കോഴിക്കോട് റെഡ് കാർപ്പറ്റിൽ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? എനിക്ക് തോന്നുന്നു ഇൻട്രൊഡക്ഷൻ പറയുവാണെങ്കിൽ ബിഗ് ബോസ് അതാണ് മെയിൻ അല്ലേ? ബിഗ് ബോസ് മാത്രമല്ല, ഡേഞ്ചറസ് ബോയ്സ് എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റ് പ്ലസിൽ ഒരു പ്രോഗ്രാം അത് ഹിറ്റ് ആയിരുന്നു. 10-15 കൊല്ലത്തിന് മുന്നേ ഉള്ള പ്രോഗ്രാം. പക്ഷെ അത് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് തണുത്ത് മറന്നല്ലോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഒരു ഇടിമിന്നൽ പോലെ മലയാളികളുടെ ഇടയിലേക്ക് ബിഗ് ബോസിലൂടെ വന്നു. എന്തൊക്കെയുണ്ട് നല്ല വിശേഷം എന്ന് പറയുന്നത്? ഒരുവിധപ്പം മലയാളികൾക്കൊക്കെ അറിയാം വിശേഷം. അപ്പോൾ ഒരു സുഖമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സുഖമല്ല. പക്ഷേ എല്ലാവരെയും ഒന്ന് കണ്ട് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും വന്നത്. 1-2 മാസമായിട്ട് ഞാൻ വീട്ടിൽ ഉള്ളിൽ തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും സുഹൃത്തുക്കളും അടുത്ത ആൾക്കാരും വീട്ടിലെ ബന്ധുക്കളും ഉമ്മായും എല്ലാവരും പറഞ്ഞു ഒന്ന് പോയി റിഫ്രഷ് ചെയ്ത് ഒരു സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കാണും. അങ്ങനെ എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു പുറത്തു നിന്ന് സീരിയൽ കാണുന്ന അല്ലെങ്കിൽ പുറത്തു നിന്ന് എല്ലാം അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് ജയിക്കുക തന്നെ ചെയ്യും. കാരണം ഇത് പറയുമ്പോൾ പോലും ഇക്കടെ കണ്ണുകൾ നിറയുന്ന ഇത്ര അടുത്ത് നിന്ന് എനിക്കറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സത്യം വിജയിക്കുക ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിൽ സന്തോഷമായിട്ട് നമ്മൾ ഇരിക്കുക. അപ്പോൾ നമുക്ക് സന്തോഷത്തിലേക്ക് വരാം അല്ലേ, ആത്മയിലേക്ക് വരാം. അപ്പോൾ റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വന്നു. എല്ലാവരെയൊക്കെ കണ്ടോ? പിന്നെ എല്ലാവരെയും കണ്ട് സുഹൃത്തുക്കളെയൊക്കെ കണ്ട് സംസാരിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഫാഷൻ ഷോ എന്തൊക്കെ ഉണ്ട്. ഞാനൊന്നുമില്ല, പക്ഷെ അതൊക്കെ ഒന്ന് കാണാം, സന്തോഷിക്കാം. അതെ, ഞങ്ങൾ ഇക്കാരെ മിസ് ചെയ്യും. കാരണം ഇക്കാരുടെ സ്റ്റൈലും ലുക്കും എല്ലാം കൊണ്ട് ഞങ്ങൾ ഫാഷൻ റാമ്പിൽ ഇക്കാരെ മിസ് ചെയ്യും. പക്ഷെ എന്തായാലും എല്ലാം കണ്ട് എൻജോയ് ചെയ്യാം. സുഹൃത്തുക്കൾ തന്നെയല്ലേ ചെയ്യുന്നത്, അത് കണ്ട് നമുക്ക് സന്തോഷിക്കാം. ഇപ്പൊ പുതിയ പ്രോജക്റ്റ് കാര്യങ്ങൾ ഇപ്പൊ തൽക്കാലം 1-2 പ്രോജക്റ്റ് വന്നിരുന്നു. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രോജക്റ്റും ഞാനൊന്ന് ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് സമയം ഒന്ന് കഴിയട്ടെ, എല്ലാം ഒന്ന് ശരിയായിട്ടൊന്ന് വീണ്ടും ഇറങ്ങാം. കാരണം ഇത് മറ്റൊരു ബിസിനസ് പോലെ അല്ലല്ലോ, നമ്മുടെ മനസ്സാണല്ലോ ഇതിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചെടുത്തിട്ട് എന്തായാലും ശക്തമായി തന്നെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞങ്ങളിൽ ഒരാളായിട്ട് വരാനായിട്ട് എനിക്കൊക്കെ സാധിക്കട്ടെ കേട്ടോ. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് വിഷയമാണ്. അപ്പോൾ കമ്മിങ് ബാക്ക് സൂൺ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഷോ എൻജോയ് ചെയ്യാം, ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം ഞങ്ങൾക്ക് ഫിറോസ് ഖാൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള, ഒന്ന് പറഞ്ഞാൽ 2 തിരിച്ചു പറയുന്ന. അത് പറഞ്ഞപ്പോഴാണ് പലരും ബിഗ് ബോസ് എന്ന രീതിയിലാണ് എന്നെ കാണുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഈ ആൾക്കാർക്ക് അടിക്കാനോ ഇടിക്കാനോ നിൽക്കുന്ന ഒരാളല്ല റിയൽ ലൈഫിൽ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രോഗ്രാം ഡേഞ്ചറസ് ബോയ്സ് ആണ്. അത് കണ്ടവർക്കറിയാം, ഞാൻ അതിൽ ഫുള്ള് കോമഡി ആയിരുന്നു. അപ്പോൾ അത് പ്രോഗ്രാമിന് എന്താണോ വേണ്ടത് അത് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ബിഗ് ബോസിൽ കണ്ടതുപോലെ നമ്മൾ ദേഷ്യം കൊണ്ടും ഇടികൊണ്ടതും ഒരിക്കലും പുറത്തങ്ങനെ നടക്കുന്നില്ല. എന്നെ പരിചയമുള്ളവർക്കും എൻ്റെ അടുത്ത് ഒരു ദിവസം സംസാരിച്ചവർക്കും അറിയാം ഞാൻ അതിൽ നിന്ന് തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടൊരു വ്യക്തിയാണെന്നുള്ളത്. ഒരു ഷോ ആവശ്യം നമ്മൾ കൊടുക്കുക എന്നുള്ളത്. പക്ഷെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ബിഗ് ബോസിൽ കാണുന്ന ഒരു വളരെ അരഗൻ്റ് ആയിട്ടുള്ള ഒരു പ്രഹോക്കാവുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത്. ശരിക്കും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു വ്യക്തിയാണെന്നുള്ളതാണ് സത്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു സൂര്യ കോമഡിയിൽ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഞാൻ തന്നെ അവരുടെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഒരാളെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അവർ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്കത് ചെയ്യാനുള്ളൊരു ആ ഒരു ഇതിലേക്ക് ഞാൻ എത്തിയില്ല. ഞങ്ങളൊക്കെ അത് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ സൂര്യ കോമഡിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഇക്കയുടെ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നതാണ്. ഈ പറഞ്ഞ പോലെ കൗണ്ടറുകൾ എങ്ങനെയാണ് അത് സാധിക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരും. ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത കഴിവാണ്. അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു അവതാരകൻ എന്ന നിലയിൽ കൂടെ പറഞ്ഞു തരും. നമ്മുടെ ഒരു തൊഴിലാണ്, പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അതാണ് ആ ഷോയ്ക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയാവട്ടെ, എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന വിഷയമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അടിപൊളിയാവട്ടെ. താങ്ക് യു.